മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയത്തിലെ 1-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകം ആണ് ഇന്ന് പറയണത്. ശ്ലോകം: നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ. നിഷ്കമ്പേ, ഇളക്കം ഇല്ലാത്തത്, യാതൊരു ചലനവും സർവത്ര വ്യാപിച്ച് നിൽക്കുകയാകുമ്പോൾ അതിന് ചലനം ഉണ്ടാവാൻ നിർത്തില്ല. ഭഗവാന്റെ സ്വരൂപം പരമാത്മാവ് അങ്ങനെയാണ്, സർവത്ര വ്യാപിച്ച് വിഭു ആയിട്ടാണ്. ഒരു ഇഞ്ച് പോലും സ്ഥലം, സൂചി കുത്താനുള്ള സ്ഥലം പോലും അദ്ദേഹം ഇല്ലാതെ കണ്ടില്ല. പരമാത്മാവ് വ്യാപ്തമായിട്ടല്ലാതെ കണ്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല. അപ്പം അങ്ങനെ സർവത്ര വ്യാപിച്ച് നിൽക്കുമ്പോൾ പിന്നെ ഇളകുക എന്നുള്ളതിൽ നിർത്തിയില്ല, ഇളകാനില്ല, പറ്റില്ല. നിഷ്കമ്പേ നിത്യപൂർണേ, നിത്യവും പൂർണ്ണമായിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും എല്ലായ്പ്പോഴും പരിപൂർണനായിട്ടാണ് ഇരിക്കുന്നത്. അതായത് സർവത്ര വ്യാപിച്ച് കിടക്കണമെന്ന് പറയുമ്പോൾ പരിപൂർണനാണ്. എവിടെയും സ്ഥലം ഒഴിവില്ല എന്ന് സാരം, ഇല്ലാത്തതായിട്ടുള്ളൊരു ഭാവമില്ല. അങ്ങനെ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ, പീയൂഷരൂപമാണ്, അമൃതസ്വരൂപമാണ്. അമൃതസ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അമൃത? ആനന്ദം. നിരുപമ പരമാനന്ദം, നിരുപമം, ഉപമിക്കാൻ വയ്യാത്തതായത്. ആനന്ദം പല വിധത്തിലുണ്ട് ആനന്ദം, അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കാണുമ്പോൾ ഒരാനന്ദം, അല്ലെങ്കിൽ വസ്തുക്കൾ കാണുമ്പോൾ ഒരാനന്ദം. അതല്ലാതെ കണ്ട് നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ വയ്യാത്തത് പലതും കിട്ടുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ആനന്ദം. പല വിധത്തിലുള്ള ആനന്ദത്തിന് പല സ്റ്റേജാണുള്ളത്. അപ്പം ഇവിടെ ഈ ഭഗവാന്റെ ഐക്യം സംഭവിച്ചു കഴിഞ്ഞാലുള്ളതായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ആനന്ദത്തിന് ഒരു അതിരില്ല, ഇന്നത് എന്ന് പറയാൻ പറ്റില്ല. അതിന് സ്റ്റേജൊന്നുമില്ല. എല്ലാം ഒരേ ഇതായിട്ടുള്ളതായിട്ടുള്ള, വിവരിക്കാൻ വയ്യാത്തതായിട്ടുള്ള ആനന്ദസ്വരൂപമാണ് അത് എന്ന് മാത്രം. ആനന്ദം എന്നല്ലാതെ കണ്ട് അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ വയ്യ. അങ്ങനെ നിരവധി, അവധിയില്ലാത്തത്, അളന്ന് തിട്ടപ്പെടുത്താനൊന്നും വയ്യാത്തത്, ഒരു അതിരുമില്ലാത്തതായിട്ടുള്ള പരമാനന്ദ ആയിട്ടുള്ള സ്വരൂപമാണ്. നിരവധി പരമാനന്ദ പീയൂഷരൂപേ, അങ്ങനെയുള്ളതായിട്ടുള്ള പരമാനന്ദം തന്നെയാണ് ഇവിടുത്തെ പീയൂഷം എന്നാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള പീയൂഷരൂപമായിട്ടുള്ള നിർലീന അനേക മുക്താവലി സുഭഗതമേ, നിർലീനമായിട്ടുള്ള, അതിൽ ലയിച്ചു ചേർന്നിട്ടുള്ളതായിട്ടുള്ള അനേക മുക്താവലി, മുക്തന്മാരുടെ, മോക്ഷം പ്രാപിച്ചവരുടെ ആവലി നിര, സമൂഹം. ആ സമൂഹം നിർലീന അനേക മുക്താവലി സുഭഗതമേ, അതുകൊണ്ട് വളരെ മനോഹരവുമാണ്. മുക്താവലി ധാരാളം, അതായത് മുക്തന്മാര്, അനവധി മുക്തന്മാരെ, മോക്ഷം പ്രാപിച്ചവരവിടെ ഭഗവാനിൽ തന്നെ ലയിച്ച് ഇരിക്കുന്നത് കൊണ്ട് ആ ഭഗവാന്റെ സ്വരൂപം വളരെ സുഭഗം ആണ് എന്ന്. സുഭഗതമേ, ഏറ്റവും സുഭഗമായിട്ടുള്ളതും. അങ്ങനെയുള്ളതായിട്ടുള്ള ആ നിർമ്മല ബ്രഹ്മസിന്ധോ, നിർമ്മലമായിട്ടുള്ള, തെളിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ആ ബ്രഹ്മം ആകുന്നതായ സിന്ധു. സിന്ധു ഒരു സമുദ്രം പോലെയാണ് എന്നാണ്. അതാണ് നേരത്തെ ആ മുക്താവലി എന്നൊക്കെ പറഞ്ഞില്ലോ. മുക്താവലിയും വെച്ചാൽ മുത്തുമണികളുടെ നിര എന്നുണ്ടാവാം, സമുദ്രത്തിൽ ധാരാളം മുത്തുകളുണ്ട് എന്നുള്ളത്. അതുമാതിരി നിഷ്കമ്പേ, ഇളക്കമില്ലാത്തതായിട്ടുള്ള സമുദ്രത്തിൽ തിരമാലകളൊന്നും ഇല്ലാതെ കണ്ട്, അതായത് സമുദ്രം സർവത്ര വ്യാപിച്ച് കിടക്കുന്നതായിട്ടുള്ള സമുദ്രമാണ്. അപ്പോൾ അങ്ങനെ ബ്രഹ്മം അങ്ങനെയാണല്ലോ. അപ്പോൾ ആ സമുദ്രത്തിലെ തിരമാലയ്ക്ക് സ്ഥലമില്ല, ഇളകണം എന്നുണ്ടെങ്കിൽ നിറഞ്ഞു നിൽക്കണത് ഇളകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇളക്കമില്ല. ഇളകാനായിട്ട് സ്ഥലം ഉണ്ടെങ്കിലേ ഇളകാൻ പറ്റുള്ളൂ. അതില്ലാത്തതുകൊണ്ട് നിഷ്കമ്പേ നിത്യപൂർണേ, നിത്യവും പൂർണ്ണമായിട്ട് ഭവിക്കുന്നു എന്നാണ്. നിരവധി പരമാനന്ദ പീയൂഷരൂപേ, പരമാനന്ദമാകുന്നതായിട്ടുള്ള പീയൂഷം, അമൃത തന്നെയാണ് ഈ കടലിലെ എന്ന് പറയാണ്. ഈ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലുള്ളത് അമൃത് ആണ്. എന്താണ് അമൃത്? ആനന്ദം, ആനന്ദസ്വരൂപമായിട്ടുള്ള അമൃത്,
ആ അമൃത് നിറഞ്ഞു നടക്കുന്നതായിട്ടുള്ള ആ കടലാണ് ഭഗവാൻ എന്ന് പറയണം. അങ്ങനെ നിർമ്മല ബ്രഹ്മസിന്ധു, ആ അങ്ങനെ നിർമ്മലമായിട്ടുള്ള ആ ബ്രഹ്മമാകുന്ന സിന്ധുവിൽ, സമുദ്രത്തിൽ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം, അതിൽ കല്ലോലോല്ലാസതുല്യം, കല്ലോലങ്ങൾ, തിരമാലകൾ അല്ലേ, ആ തിരമാലകൾ ഇങ്ങനെ ഇളകിയിരിക്കുന്നതായിട്ടുള്ള തിരമാലകൾക്ക് തുല്യമായിട്ട് വിമലതരം, ഏറ്റവും വിമലമായിട്ടുള്ളതായിട്ടുള്ള സത്വമാഹു തദാത്മാ, സത്വമാഹുഹു, സത്വം എന്ന് പറയുന്നു അങ്ങ്. അതിൽ വർത്തിക്കുന്നതായിട്ടുള്ള സത്വസ്വരൂപം, ഇതായിട്ടുള്ള സത്വം എന്നുള്ളതായിട്ടുള്ള സത്ത്, ഉണ്മ ഉള്ളതായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയതാണ് അങ്ങ് എന്ന് പറയുന്നു. കസ്മാന്നോ നിഷ്കളസ്ത്വം, ആ സ്വരൂപത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാൻ, സത്വസ്വരൂപനായിട്ടുള്ള അങ്ങ്, കസ്മാന്നോ നിഷ്കളഹ, അങ്ങ് നിഷ്കളനല്ല എന്ന് എങ്ങനെയാണ് പറയുക? അങ്ങ് നിഷ്കളൻ തന്നെയാണ്, യാതൊരു കളങ്കവും ഇല്ലാത്തതാണ്, മാലിന്യവും ഒന്നും ഇല്ലാത്തതാണ്, നിഷ്കളനാണ് അങ്ങ്. സകല ഇതി വചഃ, സകളൻ എന്നുള്ളത് കലകളോട് കൂടിയവൻ എന്നുള്ളതായിട്ടുള്ള പേര് അങ്ങയുടെ കലകളിൽ, കലാസു ഏവ, അങ്ങയുടെ കലകളിൽ, അതായത് അങ്ങയുടെ പല അവതാരങ്ങളും സത്വസ്വരൂപ സകളമായിട്ടുള്ളതായിട്ടുള്ള ഓരോരോ അവതാരങ്ങൾ അങ്ങ് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങയുടെ സാക്ഷാൽ സ്വരൂപം നിഷ്കളം തന്നെയാണ്. പക്ഷെ അങ്ങ് സ്വീകരിച്ചിട്ടുള്ളതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങളിൽ മാത്രമേ ഈ സകളത്വം ഉള്ളൂ എന്ന് പറയണം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ.